ഒരു 8-10 വർഷം മുമ്പ് ഞാൻ ഗവൺമെന്റ് കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാർ. ആ സാറ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഈ ജോലി കിട്ടിയത് ഒരു പുലിവാല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ സാറിൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞാനൊക്കെ ആ സമയത്ത് ടെസ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും കോളേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നൊരു സമയമാണ്. സോ സാർ എന്തുകൊണ്ടാണ് ജോലി കിട്ടിയത് ഒരു അബദ്ധമായി പോയി എന്നുള്ളത് പറയുന്നത്. സോ ഒരു ദിവസം ഫ്രീ കിട്ടിയപ്പോൾ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ സാർ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഞാൻ ചോദിച്ചു. ബട്ട് അന്ന് ആ സാർ എനിക്ക് നൽകിയ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഹോം ലോൺ പ്ലസ് വെഹിക്കിൾ ലോൺ പ്ലസ് പേഴ്സണൽ ലോൺ പ്ലസ് ക്രെഡിറ്റ് കാർഡ് ബില്ലിൻ്റെ പേയ്മെൻറ്റ്, ഇത് മാത്രമാണ് ജീവിതം. ഈ ഒരു കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും നടക്കുന്നില്ല. ജോലി കിട്ടുന്ന വരെ ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ജോലി കിട്ടിയതിന് ശേഷം ഇതൊന്നും നടക്കുന്നില്ല. ജോലി കിട്ടിയത് തന്നെ ഏകദേശം ഒരു 40 വയസ്സായപ്പോഴാണ്. മിക്കതും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലോട്ടൊക്കെ എത്തിച്ചേരുന്നത് ഒരു 35-നും 40-നും ഇടയിൽ പ്രായത്തിലാണ് മിക്ക ആൾക്കാരും ഈ ഒരു പോസ്റ്റിലോട്ട് കയറുന്നത്. അതിനായിട്ട് മുമ്പ് കിട്ടാറൊക്കെ ഉണ്ട്. ദെൻ ഇങ്ങനെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ മിക്കവരും ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഈ അബദ്ധങ്ങൾ തന്നെയാണ് ഈ സാറും ചെയ്തത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എന്താ പോസ്റ്റ് അങ്ങോട്ട് വലിയൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ജോലി. അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? നല്ലൊരു വീട്, എല്ലാവരുടെയും ചിന്താഗതി. സോ ലോൺ കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുവരെ ലോൺ തരാത്ത പല ബാങ്കുകളും ലോൺ ഈസി ആയിട്ട് നൽകും. കാരണം നല്ല സാലറി സ്കെയിലാണ്. ഓടിപ്പോയി ആ വ്യക്തി ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഒരു വലിയ വീട് വെക്കുക. ഈ ഒരു സ്റ്റാറ്റസിൽ ഇരിക്കുന്ന വ്യക്തി നിർബന്ധമായും ഒരു വലിയ വീട് വെക്കണം. എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്ക് വഴങ്ങി കൊടുത്ത് നല്ലൊരു വീട് വെക്കാൻ തീരുമാനിക്കുന്നു. നമുക്കറിയാം 25 മുതൽ 30 വർഷമാണ് ഹോം ലോണിന്റെ കാലാവധി. EMI നമ്പർ 1. നമ്പർ 2, പിന്നെ നമുക്കിനി കോളേജിലേക്ക് പോകണമെങ്കിൽ എന്താ വണ്ടി മേടിക്കണം. ആ ഒരു രീതിയിൽ വേണ്ടേ പോവാൻ. അപ്പോൾ നെക്സ്റ്റ് ലോണാണ് വരുന്നത് വെഹിക്കിൾ ലോൺ. അപ്പോൾ ഇത് രണ്ടും ഫിക്സഡ് EMI ആ. വണ്ടി മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടിയും മേടിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്ന ഒരു 50-നും 60-നും ഇടയിൽ 50,000 to 60,000 കട്ടിങ് ഒക്കെ വരുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഈ എമൗണ്ട് ആണ് ലഭിക്കുക. പിന്നെയാണ് ഇൻക്രിമെന്റും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. സോ ഈ ഒരു എമൗണ്ട് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അപ്പോൾ തന്നെ പോകുന്ന 2 ഇമ്പോർട്ടൻറ്റ് ലോണുകളാ. നമ്പർ 1 ഞാൻ പറഞ്ഞു ഹോം ലോൺ EMI, നല്ലൊരു എമൗണ്ട് വരും അവിടെ. ദെൻ ഈ പറയുന്ന വെഹിക്കിൾ ലോൺ. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ വേണം പിന്നെ ഞാൻ നയിക്കാൻ. ബട്ട് എൻ്റെ ജോലി ഇതായതുകൊണ്ട് തന്നെ ഞാൻ ആ സ്റ്റാറ്റസ് കളയാനും പാടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ഒരു മാസം മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ അവിടെ പേഴ്സണൽ ലോൺ എടുക്കേണ്ടതായിട്ട് വരുന്നു. സോ അതുകൊണ്ടാണ് ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് അബദ്ധമായി പോയി എന്നുള്ളത്. ഈ ജോലി കിട്ടുന്ന വരെ ഈ വക പരിപാടിക്കൊന്നും പോയിണ്ടായിരുന്നില്ല. വളരെ സമാധാനമായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഹോം ലോൺ അടച്ച് അവസാനിക്കണമെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും അവസാനിക്കില്ല. ആ രീതിയിലാണ് ഹോം ലോണിൻ്റെ പോക്ക്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രത്തോളം അറിവുള്ള വ്യക്തികൾ പോലും ചെയ്യുന്ന അബദ്ധങ്ങൾ ഈ രീതിയിലാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഇത് കേട്ട് കഴിഞ്ഞ് ഞാൻ വാല്യുവേഷൻ ക്യാമ്പിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ കാണുന്ന മെജോറിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടിയിട്ടുള്ള ആൾക്കാരുടെയും രീതി ഈ സെയിമാണ്. ജോലി കിട്ടുക, വീട് വെക്കാൻ വേണ്ടി ലോൺ എടുക്കുക, പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആകെ താഴേക്ക് പോയി. ഇവർക്ക് ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് തന്നെ വേറെ അഡീഷണൽ ഇൻകം ഒന്നും ഏൺ ചെയ്യാൻ പറ്റില്ല. സോ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താ, ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിൻ്റെയാ. ദെൻ ഇവിടെ ഇൻകം ഈ സാലറി സ്കെയിൽ കൂടുന്നുണ്ടായിരിക്കും. ഇത്ര വർഷമൊക്കെ കൂടുമ്പോൾ റിവിഷനൊക്കെ വരുന്നുണ്ടായിരിക്കും.
അതനുസരിച്ച് ഇപ്പോൾ ഒരു വണ്ടി മേടിച്ചു, ദെൻ കുറച്ച് കഴിയുമ്പോഴേക്കും മേടിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ എമൗണ്ടുള്ള വണ്ടിയാണ്. ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ടുള്ള സാലറി സ്കെയിൽ മാത്രമാണ് അവിടെ കൂടുന്നത്. ഇൻഫ്ലേഷൻ നമ്മുടെ നാട്ടിലെ ഓരോ വർഷം കഴിയുന്തോറും ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള ശമ്പളമാണ് അവിടെ കൂടുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ ലോൺ അടച്ച് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമായി കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ മുമ്പിലുണ്ട്. സോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കടം അടച്ചു വീട്ടാൻ മാത്രമായി കളയരുത്. എങ്ങനെ കടം നമുക്ക് എളുപ്പത്തിൽ വീട്ടാം, എങ്ങനെ കടം കുറച്ച് ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മാറ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി ഗവൺമെന്റ് കോളേജിൽ ജോലി ലഭിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താ, ലൈഫൊക്കെ സെറ്റായി എന്നുള്ളതാണ്. ബട്ട് ആ സാറെടുത്ത പല തീരുമാനങ്ങളാണ് ആ വ്യക്തിയുടെ ലൈഫിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോബ് മാത്രമുള്ള ഒരു വ്യക്തി ഈ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കാരണം സെക്യൂരിറ്റി വളരെ കുറവാണ്. സെക്യൂർഡ് അല്ല. EMI ഒരു പ്രാവശ്യം മുടങ്ങിയാൽ മതി, ആകെ ലൈഫ് കയ്യിൽ നിന്ന് പോവും. അപ്പോൾ എല്ലാവരും പറയും, വീട് വേണ്ടേ ജീവിക്കാൻ, ഒരു വണ്ടി വേണ്ടേ, ഇതിന് അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്യണ്ടേ, ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെ ലൈഫ്? ഓരോ പ്രായത്തിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങൾ എൻജോയ് ചെയ്യണ്ടേ? വേണം. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സാറ് ജോലി കിട്ടി അപ്പോൾ തന്നെ ചെയ്ത ആദ്യത്തെ അബദ്ധം എന്താ, ഓടിപ്പോയി ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഹോം ലോൺ എടുത്തു. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കാറ് മേടിച്ചു. ലൈഫ് സ്റ്റൈല് വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ട്രൈ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വീട് വെക്കണം, ശരിയാണ്, നമ്പർ 1. നമ്പർ 2, വണ്ടി വേണം. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ കുറച്ചും കൂടിയും നല്ല രീതിയിലോട്ടൊക്കെ കൊണ്ടുവരണം. ഇതൊക്കെ വേണം. ബട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഒരുങ്ങണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാം വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ വേണ്ടത് എന്താ, നല്ല രീതിയിൽ നമ്മളൊന്ന് ഒരുങ്ങിപ്പോണം, വേണ്ടേ? നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നുള്ളത് സ്മാർട്ടായിട്ട് പഠിക്കണം. ഇങ്ങനെ നമ്മൾ ഒരുങ്ങി പോവുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ഞാനൊരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവിടെ അനാലിസിസ് നടത്തിയതിന് ശേഷം ഇതൊക്കെ വരുമെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഏരിയാസുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് സ്മാർട്ടായി പോയി എക്സാം എഴുതി. അപ്പോൾ നമുക്ക് നല്ല മാർക്സ് കിട്ടും. നേരെ മറിച്ച് ഇതൊന്നും ചെയ്യാണ്ട് ബുക്ക് എടുത്ത് പലതും നേരത്തെ പറയില്ലേ, ബുക്ക് എടുത്ത് ഞാൻ ഫുൾ ടൈം പഠിപ്പ് സ്മാർട്ടായിട്ടുള്ള സ്റ്റഡി എല്ലാം നടത്തിയാൽ പലപ്പോഴും എക്സാമുകളിൽ എത്തി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നല്ല അവിടെ ചോദിച്ചിട്ടുണ്ടാവുക. ഒരു ഒരുക്കം അവിടെ നടന്നിട്ടില്ല. സോ ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രോപ്പറായിട്ട് നടത്താത്തതാണ് പല ആൾക്കാരുടെയും ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട് വെക്കണം, നമ്പർ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ, എത്ര അംഗങ്ങളുണ്ട്, സോ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എത്രയാണ്, അല്ലാണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എത്രയാണ്, എങ്കിൽ ആ ബഡ്ജറ്റിന് ആദ്യം വേണ്ട നമ്മളൊരു ഡൗൺ പേയ്മെന്റ് കൊടുക്കണമല്ലോ. അപ്പോൾ ഓടിപ്പോയൊരു വീട് വിൽക്കുന്നതിന് പകരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് നാളൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് കുറച്ച് എമൗണ്ട് ഒന്ന് സേവ് ചെയ്ത് മേ ബി നല്ല റിട്ടേൺ കിട്ടുന്ന കുറച്ച് SIPയിലോ ഒരു 3-4 വർഷം അല്ലെങ്കിൽ 4-5 വർഷം ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ചൊന്ന് സേവ് ചെയ്ത് ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂടുതൽ നമുക്ക് അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം നമുക്ക് EMI കുറയ്ക്കാം. ഇത് ഹോം ലോണിന്റെ കേസ് മാത്രമല്ല, നമുക്കൊരു കാറ് മേടിക്കണം. ഒരു സാധാരണക്കാരന്റെ കേസാണ് പറയണ, ഓടിപ്പോയി വണ്ടി മേടിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഒരുങ്ങുക. നമ്മളതിനെ പറയും, ആ ഒരു ക്വാളിറ്റീനെ പറയും ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് ഒന്ന് കാണുമ്പോൾ ഓടിപ്പോയി അത് മേടിക്കാനുള്ളൊരു
ആഗ്രഹം ഉണ്ടായിരിക്കും, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ് വേണ്ടേ. നമ്പർ 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു എമൗണ്ട്, അല്ലാണ്ട് ഫുൾ എമൗണ്ട് കൊടുത്ത് അത് മേടിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റാത്തതാണ്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ബാലൻസ് ഉള്ള കുറച്ച് എമൗണ്ട് ഈ പറയുന്ന ലോണിലോട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകുന്നുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ സാലറി എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. എൻ്റെ ശമ്പളം 50,000 രൂപയാണെങ്കിൽ നമ്പർ 1 EMI ഇത്ര, നമ്പർ 2 EMI ഇത്ര, ഇത് രണ്ടും ഇത്ര വർഷത്തേക്കാണ്. ഇത് കഴിഞ്ഞാൽ ബാലൻസ് എനിക്ക് എമൗണ്ട് ഇത്രേ ഉണ്ടാവുള്ളൂ. ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇതിലോട്ട് ഇറങ്ങാൻ. അതല്ലെങ്കിൽ ഉണ്ടാവുക, പേരിനൊരു ഗവൺമെൻറ് ജോലി ഉണ്ട്, കിട്ടുന്ന ശമ്പളം മുഴുവൻ ഡിപ്രീഷ്യബിൾ അസറ്റ്സിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വീട് ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരാണ് ചെയ്യുക. ഈ കാറിൻ്റെ വില കുറഞ്ഞു വരാണ് ചെയ്യുക. അപ്പോൾ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് വലിയൊരു വീട് വെക്കുന്നു, ഈ ഒരു കാറിന് വേണ്ടിയിട്ട് എമൗണ്ട് മാറ്റി വെക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നേരെ മറിച്ച് നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഒരു അബദ്ധം ചെയ്യില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും അസറ്റ്സിലാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വാച്ചിനെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിനെ പറ്റി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആ വ്യക്തി സെലിബ്രിറ്റീസിൻ്റെ വാച്ചിൻ്റെ എമൗണ്ട് പലപ്പോഴും പറയാറുണ്ട്. 1.5 കോടി, 2.5 കോടി, 3 കോടി എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ്സിലാണ്. അതൊക്കെ അസറ്റ്സ് ആണ്. ചിലപ്പോൾ 1 കോടിക്കോ 1.5 കോടിക്കോ മേടിച്ചുള്ള ആ ലിമിറ്റഡ് എഡിഷൻ വാച്ച് അതിൻ്റെ വാല്യൂ കൂടിയാണ് ഓരോ ദിവസം കഴിയും തോറും പോവുക. നേരെ മറിച്ച് നമ്മൾ മേടിക്കുന്നത് ചിലപ്പോൾ ഒരു 30,000 രൂപയുടെ വാച്ചോ അല്ലെങ്കിൽ 20,000 രൂപയുടെ വാച്ചോ അല്ലെങ്കിൽ അതിനായിട്ട് കുറവ് വാച്ച്, സാധാരണക്കാരൻ മേടിക്കുന്ന ഒരു വാച്ച്, അത് പലപ്പോഴും വാല്യൂ കുറഞ്ഞിട്ട് വരാം. നമ്മൾ മേടിക്കുന്ന ഒരു കാർ, നമ്മൾ സാധാരണ ഒരു കാറാണ് മേടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ഒരു എമൗണ്ട് ഉള്ളൊരു കാറല്ല, ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാറാണ്, വാല്യൂ അങ്ങനെയുള്ളൊരു കാറാണ് മേടിക്കുക. നേരെ മറിച്ച് നല്ല പൈസ ഉള്ള ആൾക്കാർ പലപ്പോഴും അൾട്രാ ലക്ഷറി ടൈപ്പ് വണ്ടികൾ ഒക്കെ മേടിക്കുന്നത് കാണാം. പലപ്പോഴും അതിൻ്റെ വാല്യൂവിൽ വരുന്ന ഇടിവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. മനസ്സിലാവുണ്ടോ? അവർ പലപ്പോഴും അൾട്രാ ലക്ഷറി ഐറ്റംസിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ വാല്യൂ അത് ലിമിറ്റഡ് എഡിഷൻ ആയിരിക്കും പലതും ഉണ്ടാവുക, കസ്റ്റമൈസ്ഡ് സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ വാല്യൂ കൂടി വരാണ് ചെയ്യുക. സാധാരണക്കാരൻ അവന് കിട്ടുന്ന ശമ്പളം കൂടി ഇത്രയും ഉണ്ടാവുള്ളൂ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എമൗണ്ട് മുഴുവൻ ഈ പറയുന്ന EMIയിലോട്ട് പോയി അവൻ്റെ ജീവിതം മുഴുവൻ EMI അടച്ച് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. നിങ്ങൾക്കൊക്കെ വേണം, കാറ് വേണം, 2 വീലർ വേണം, വീട് വേണം, ഒക്കെ വേണം. അതിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് ഒരു നല്ല ഫിനാൻഷ്യൽ പ്ലാൻ വേണം. എൻ്റെ ഇൻകം എത്രയാണ്, എസ്പെഷ്യലി ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം അവർക്ക് അഡീഷണൽ ഇൻകം വേറെ ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് ഈ ഇൻകം വെച്ചിട്ട് തന്നെ ജീവിക്കണം. അവർക്ക് അതിനുള്ള നിയമമില്ല. സോ അവർക്ക് അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഈ കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞുള്ള ആ സാറിൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള EMI നീ അടയ്ക്കണം എന്നുള്ളത്. മോൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്. റിട്ടയർ ചെയ്താലും എന്ത് കഴിയില്ല, കാര്യങ്ങളൊന്നും കഴിയില്ല. അപ്പോൾ നിങ്ങൾ പറയും ശമ്പളം കൂടില്ലേ? ഞാൻ പറഞ്ഞു ശമ്പളം കൂടുന്നതനുസരിച്ചിട്ട് അവിടെ എന്തുണ്ടായിരിക്കും? ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കും അല്ലേ? ചെലവ് കൂടല്ലോ. നിങ്ങൾക്ക് എത്ര ഇൻകം കൂടിയാലും ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ഇല്ലാത്ത, ഫിനാൻഷ്യൽ ഏരിയയിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത വ്യക്തികൾക്ക് എത്ര കിട്ടിയാലും അവരുടെ ലൈഫ് ഇങ്ങനെ തന്നെയായിരിക്കും പോവാ. സോ കടം കുറയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. രണ്ടാമതായിട്ട് പറയാനുള്ളത്, കടം മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഉണർവില്ലേ, അത് തിരിച്ചു കൊടുത്ത് അത് വീട്ടാനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കണം. കാരണം ഡെറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻസ് ഒരു വ്യക്തിക്ക് നൽകുന്നതാണ്. കടമില്ലാത്തൊരു അവസ്ഥ, അതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെയാണ് ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ചേക്ക്, ഒരു കടമില്ല,
എന്ത് കോൺഫിഡൻസ് അല്ലേ ലൈഫിൽ നമുക്ക് പിന്നെ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇൻകം കൂട്ടാൻ അത് എങ്ങനെയാണ് പോസിബിൾ ആവുള്ളൂ? നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. അതിപ്പോൾ ഏത് ജോലിയിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്, സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഇമ്പ്രൂവ് ചെയ്ത സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റൈസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് മോണിറ്റൈസ് ചെയ്യുക. അത് വെച്ച് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. സോ അതിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോ ഞാൻ ഈ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ സ്കില്ലാണ് നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്ത് പൈസയാക്കി മാറ്റാൻ സാധിക്കുക? നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരിക്കും, നിങ്ങൾ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ ഉള്ള കഴിവുകൾ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനമാണെങ്കിലും അതൊരു ആഡ് ഓൺ ആണ്. ആ ആഡ് ഓൺ വരുമാനം വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കടം കുറച്ചും കൂടി സ്പീഡിൽ നിങ്ങൾ വീട്ടാൻ നോക്കുക. EMIയിൽ കുറച്ചും കൂടി കൂടുതൽ അടച്ച്, അതുപോലെ തന്നെ ചെറിയ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ലോണിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. ക്രെഡിറ്റ് കാർഡൊക്കെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ടോട്ടൽ എത്രയാണ് ക്രെഡിറ്റ് ലിമിറ്റ് എങ്കിൽ അതിലൊരു 30 മുതൽ 35% വരെ മാത്രം ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കടം വളരെയധികം നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ലൈഫ് സ്മൂത്ത് ആവും. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്താണ്. പലരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയാൽ ആദ്യം ചെയ്യുന്നത് ഓടിപ്പോയി ഒരു വണ്ടി എടുക്കുക. അവർക്ക് ചിലപ്പോൾ വീട് പണിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ദെൻ ഐഫോൺ മേടിക്കുക, അല്ലേ? ഇങ്ങനത്തെ ഡിപ്രീഷ്യബിൾ ആയിട്ടുള്ള അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുള്ള പൈസ കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊരു 23 വയസ്സിലോ 24 വയസ്സിലോ ആണ് ഇപ്പം നിൽക്കുന്നതെങ്കിൽ ഒരു 10 വർഷം SIP ഒരു 2000 രൂപ വെച്ചിട്ടൊന്ന് മാറ്റി വെച്ച് നോക്കൂ. നിങ്ങൾക്ക് ആ ഒരു 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്ന കോൺഫിഡൻസ്, ഇതൊരു 2000 എന്നുള്ളത് എന്താണ് പടിപടിയായിട്ട് കൂട്ടി വരാം. നിങ്ങൾക്ക് ഒരു 34, 35 അല്ലെങ്കിൽ 40 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ സേവിങ്സ് എന്ന് പറയുന്നത് അത്രത്തോളം കൂടുതലായിരിക്കും. ഓരോ വർഷം പുതിയ സ്കില്ലുകൾ ഉണ്ടാക്കാൻ നോക്കുക. അതിനൊക്കെ മോണിറ്റൈസ് ചെയ്യാനും ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും വേണ്ടത് എന്താ? ഫിനാൻഷ്യൽ പ്ലാൻ ആണത് കൂടിയേ തീരൂ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ഡിലൈഡ് ഗ്രാറ്റിഫിക്കേഷൻ. മറ്റുള്ള ആൾക്കാരെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും മേടിക്കരുത്. ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡിസിഷൻസാണ് ഒരു വീട് വെക്കുക, കാറ് മേടിക്കുക എന്നൊക്കെ പറയുന്നത്. പൈസയുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തോ. ഫാമിലിയിൽ ഓൾറെഡി പൈസയൊക്കെ ഉണ്ടെങ്കിൽ. അതല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്ന് ഒരു ജോലി കിട്ടി, അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക. ദെൻ ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇതിലും കഷ്ടമാണ്. പലപ്പോഴും വലിയ വീടുകളൊക്കെ പണിത് ഇവരുടെ മക്കൾ, ഞാൻ പറഞ്ഞു ഈ സാറിൻ്റെ ആവട്ടെ പലരുടെയും മക്കൾ അവരുടെ ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നല്ല ഹയർ സ്റ്റഡീസ് നടത്തുന്നത്. മിക്ക ആൾക്കാരും പുറമെയാണ് പോയി പഠിക്കുന്നത്. പഠിച്ച് അവിടെ തന്നെ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടി, PR ഒക്കെ കിട്ടി അവിടെ നിൽക്കുക. പിന്നെ അപ്പോൾ ഈ വലിയ വീട്ടിലൊന്നും ആരും ഉണ്ടാവില്ല. സോ ഈ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീട്ടിൽ പിന്നെ ആരും താമസിക്കുന്നു പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ വാടകയ്ക്ക് കൊടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെ ഒരു കുഴിയിലോട്ട് നിങ്ങളുടെ ജീവിതം കളയാതിരിക്കുക. സോ നിങ്ങൾക്കുള്ള സംശയങ്ങളും, നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് നിങ്ങളൊരു ജോലിയിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് എങ്കിൽ എന്തുമാവട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുമാണെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.